ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു നിർത്തിയിരുന്നെന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിങ്ങിനകത്ത് അറേസിനെ കുറിച്ചായിരുന്നു പഠിച്ചു വെച്ചിരുന്നത്. അപ്പൊ ഇനി അറേസ് വെച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം എഴുതാം, പ്രോഗ്രാംസിൽ എങ്ങനെ അറേസ് കൊണ്ടുവരാം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സാമ്പിൾ പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഏതാണെന്ന് നോക്കാം. Write a C program to find the largest among a set of few numbers. ഒരു സെറ്റ് ഓഫ് ഫ്യൂ നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളെ കോഡ് ബ്ലോക്സ് ഐ ഡി ഓപ്പൺ ചെയ്യാം. കോഡ് ബ്ലോക്സ് ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയലും മെയിൻ ഫംഗ്ഷൻ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് അത് എഴുതി പോവാം. ആദ്യം നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വേരിയബിൾ ഇതിനകത്ത് വേണമെന്ന് നോക്കണം. ഈ പ്രോഗ്രാമിനകത്ത് ഏതൊക്കെ വേരിയബിൾ യൂസ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ലാർജസ്റ്റ് സെല്ല് കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പൊ ലാർജസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ലാർജസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരു വേരിയബിൾ എടുത്തു. അതേപോലെ നമുക്ക് അറൈസ് ഡിക്ലെയർ ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് ലൂപ്പ് വേണം. അപ്പൊ ലൂപ്പ് കൺട്രോൾ ഫോർ ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോർ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലൂപ്പ് ഐട്രേറ്റീവ് വേരിയബിൾ വേണം. അതിന് നമ്മൾ i എന്ന് തന്നെ ഒരു വേരിയബിൾ എടുക്കുകയാണ്. അതേപോലെ നമ്മൾ നം എന്ന് പറയുന്നത് നമുക്ക് അറേസിലെ വാല്യൂസ് സ്റ്റോർ ചെയ്തെടുക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ നം എന്ന് പറയുന്ന ഒരു അറേയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതായിരുന്നു. ആദ്യം വേരിയബിൾ നെയിം എഴുതിയിട്ട് ഒരു കേളി ബ്രാക്കറ്റ് അല്ല, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിന്റെ സൈസ്. ഇപ്പൊ ഞാൻ 50 സൈസുള്ള ഒരു നം എന്ന് പറയുന്ന ഒരു അറേയാണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ കൗണ്ട്. എത്ര നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് സെറ്റ് ഓഫ് ഫ്യൂ നമ്പേഴ്സ് എന്നില്ലേ. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നുള്ള അതിന്റെ കൗണ്ട് വേണം. അതായത് അറേയുടെ സൈസ് നമുക്ക് വേണം. അതിനുവേണ്ടി ഞാൻ കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളും കൂടെ എടുത്തു. അങ്ങനെ നമ്മൾ 4 വേരിയബിളാണ് ഇപ്പം ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇനി വേറെ വല്ലതും വേണമെങ്കിൽ നമുക്ക് വഴിയെ ഡിക്ലെയർ ചെയ്യാം. വേറെ ഒന്നും വേണ്ടെന്ന് തോന്നുന്നു, നോക്കാം എന്തായാലും. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യം അറേയുടെ സൈസ് നമുക്ക് അറിയണം. അതിനുവേണ്ടി അറേയുടെ സൈസ് റീഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രിന്റ് എഫും സ്കാനഫും കൊടുക്കുകയാണ്. അത് പ്രിന്റ് എഫിനകത്ത് എൻ്റർ ദ സൈസ് ഓഫ് ദ അറേ കൊടുക്കാം. എൻ്റർ ദ സൈസ് ഓഫ് അറേ കൊടുത്ത് ഒരു സെമി കോളൻ ഇടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനഫിനകത്ത് നമുക്ക് റീഡ് ചെയ്തെടുക്കണം. അറേയുടെ സൈസിനെ റീഡ് ചെയ്തെടുക്കണം. സ്കാനഫിനകത്ത് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് %d കോമ ഇട്ടിട്ട് ആംപ്രസെന്റ് നമ്മൾ ഏത് വേരിയബിളാണ് കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളാണ് അതിനായിട്ട് എടുത്തത്. അപ്പൊ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തെടുത്തു. ഇനി നമുക്ക് വീണ്ടും സെമി കോളൻ ഇട്ട് കൊടുക്കണം. ഓക്കെ ആയി. ഇപ്പൊ നമ്മൾ അതിന്റെ അറേയുടെ സൈസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ അറേയുടെ എലമെന്റ്സിനെ കണ്ടുപിടിച്ചതല്ല, അറേയുടെ സൈസ് നമ്മൾ എഴുതിയെടുത്തു. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അറേസിന്റെ എലമെന്റ്സിനെ നമുക്ക് എഴുതണം. അറേസിന്റെ എലമെന്റ്സിനെ റീഡ് ചെയ്തെടുക്കണം. അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പിന്നെ കൊടുക്കുന്നത്. അപ്പൊ അതിനൊരു പ്രിന്റ് എഫ് തന്നെ കൊടുക്കുകയാണ്. ഒരു പ്രിന്റ് എഫിനകത്ത് എൻ്റർ ദ എലമെന്റ്സ് ഓഫ് അറേന്നോ എൻ്റർ ദ നമ്പേഴ്സ് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ എൻ്റർ ദ നമ്പേഴ്സ് എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്രിന്റ് എഫിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം കൊടുക്കാമല്ലോ. പ്രിന്റ് ചെയ്ത് വരാനുള്ളതാണ്. ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എൻ്റർ ദ നമ്പേഴ്സ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു. ഇനി ഈ സ്കാനഫിനകത്ത് നമ്മൾ അറേയുടെ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു ഫോർ ലൂപ്പ് ഇട്ടേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആകുമ്പോഴത്തേക്ക് ആ ഒരു ഓരോ ഇൻഡെക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അറേയുടെ പഠിപ്പിച്ചവൻ പറയാണ് ഓരോ ഇൻഡെക്സിലായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് പോകുന്നത് അറേയുടെ കേസിൽ. അപ്പോൾ ഓരോ ഇൻഡെക്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു ഫോർ ലൂപ്പ് വേണം. അപ്പൊ ആ ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ആണ് ഞാൻ എഴുതുന്നത്. ഫോർ i = 0, ഐയുടെ വേരിയബിൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. i <= കൗണ്ട് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് i <= കൗണ്ട് കൊടുക്കുമ്പം എന്താണ് പറ്റുന്നത്, ആ കൗണ്ട് വരെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി പോകും. പിന്നെ ഇൻക്രിമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയി ++ കൊടുത്തു. ഇനി ഇതിന്റെ കേർലി ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ അറേയെ റീഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് സ്കാനഫിനകത്ത് നേരത്തെ പോലെ തന്നെ സ്കാനഫിനകത്ത് നമ്മൾ %d എടുത്ത് %d കോമ ആംപ്രസെന്റ് നമ്മൾ ഏതായിരുന്നു വേരിയബിൾ എടുത്തത് അറേസിന് നം ഓഫ് 0 എന്ന് കൊടുക്കണം. നം ഓഫ് 0 അല്ല i ആണ് കൊടുക്കുന്നത്. നമ്മൾ i വെച്ചിട്ടല്ലേ വിളിക്കുന്നത്. അപ്പൊ നം ഓഫ് i ഫസ്റ്റ് കേസ് വരുമ്പോൾ ഐയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് അവിടെ നം ഓഫ് 0 തന്നെ കിട്ടും. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നം ഓഫ് i ആണ് നമ്മൾ കൊടുക്കേണ്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അറേ ആദ്യം എന്തോ ചെയ്തത്, അറേയുടെ സൈസ് നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത് നമ്മൾ അറേയുടെ എലമെന്റ്സിനെ നമ്മൾ എഴുതി. ഇനി നമുക്ക് വേണ്ടുള്ള ഇതിന്റെ ഏതാണ്, ലാർജ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഈ എൻ്റർ ചെയ്യുന്ന എലമെന്റ്സിനകത്ത് ലാർജസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് ലാർജസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു വേരിയബിൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് നം ഓഫ്
0 ആയിട്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ലാർജസ്റ്റിന്റെ വാല്യൂ എന്തോ നം ഓഫ് 0-ലിരിക്കുന്ന വാല്യൂ ലാർജസ്റ്റിലേക്ക് പോകും. ഇതെന്തിനാ യൂസ് ചെയ്തത് നമുക്ക് പ്രോഗ്രാം എഴുതി വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. വീണ്ടും ഒരു ഫോർ ലൂപ്പാണ് എടുക്കുന്നത്. ഫോർ ലൂപ്പിനകത്ത് ഐ നമുക്ക് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ കൗണ്ട്, ഐ പ്ലസ് പ്ലസ്. പിന്നെ നമ്മൾ അവിടെ ഒരു കോമയാണ് ഇട്ട് കൊടുത്ത്, അവിടെ കോമയല്ല കൊടുക്കേണ്ടുള്ളത്. ഇവിടെ സെമി കോളൻ, ഇവിടെയും സെമി കോളൻ. ഓക്കെ, അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ I1 എടുത്തതെന്ന് പറഞ്ഞാൽ ഐയുടെ 0 വെച്ചിട്ടുള്ള വാല്യൂ നമ്മൾ ആദ്യമേ ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ I1 എന്ന് എടുത്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പിനകത്ത് നമ്മൾ ഒരു ഇഫ് എഴുതിയാണ്. നമ്മൾ സാധാ ലാർജസ്റ്റ് കണ്ടുപിടിക്കുന്ന പോലെ ഇഫ് എഴുതിയാണ്. ഇഫ് നം ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണോ എന്ന് നോക്കും. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴോട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞുതരാം. അതിനകത്ത് നമ്മൾ എഴുതേണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഇസ് ഈക്വൽ ടു നം ഓഫ് ഐ. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഏതിൻ്റെയാണ് നമ്മളെ നം ഓഫ് ഐയുടെ വാല്യൂ ഓരോ കയറുമ്പോഴും ലൂപ്പിനകത്ത് കയറുമ്പോൾ അത് മാറി വ്യത്യസ്തപ്പെട്ടിരിക്കും ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ആദ്യം നം ഓഫ് ഐ എന്ന് പറയുന്നത് നം ഓഫ് 1 വരും. അങ്ങനെയാണെങ്കിൽ അത് ലാർജസ്റ്റ് ഇരിക്കുന്ന വേരിയബിൾ ഏതാണ്? നം ഓഫ് 0 എന്ന് പറയുന്ന വേരിയബിളാണ് ലാർജസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ നം ഓഫ് 0യുടെ വാല്യൂ നം ഓഫ് 1-നെ കാട്ടിയും വലുതാണെങ്കിൽ നം ഓഫ് 1 വലുതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞേക്കുക. അതായത് നം ഓഫ് 0യുടെ വാല്യൂ നം ഓഫ് 1-നെ കാട്ടിയും ചെറുതാണെങ്കിൽ നം ഓഫ് 1 വലുതായിരിക്കും. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതപ്പോൾ ഓരോ കേസിലും ഇൻക്രിമെന്റ് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ഓരോ കേസും മാറി വരും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഇനി നമുക്ക് ആ ഫോർ ലൂപ്പ് അങ്ങ് ക്ലോസ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാണ്. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. ഈ ഫോർ ലൂപ്പിന്റെ പുറത്ത് നമുക്ക് എഴുതേണ്ടുള്ള എന്താണ്? ഫോർ ലൂപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തില്ലല്ലേ? ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്തു. ഇനി ഫോർ ലൂപ്പിന്റെ പുറത്ത് നമുക്ക് പ്രിന്റ് ചെയ്താൽ മതി. നമ്മളെ ലാർജസ്റ്റ് എന്ന് പറയുന്ന വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് എഫ് ലാർജസ്റ്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്ത് കൊടുക്കണം. ലാർജസ്റ്റ് നമ്പർ ഇസ് ഈക്വൽ ടു ഒരു %d. അതിന്റെ പുറത്ത് നമ്മൾ ആ വേരിയബിൾ ഏതാണ്? ലാർജസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. ഓക്കെ, ഇനി ഒരു സെമി കോളൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇത്രയായപ്പോൾ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രോഗ്രാം ഒന്ന് ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാണ്. പ്രോഗ്രാം ബിൽഡ് ആവുന്നുണ്ട്. ഇവിടെ എന്തോ ഒരു എറർ ഉണ്ടെന്നാണ് കാണിച്ചേക്കുന്നത് ഈ ലൈനിൽ. ഇഫ് നം ഓഫ് ഐ ഗ്രേറ്റർ ദാൻ ലാർജസ്റ്റ് ആണെങ്കിൽ ഈ ലൈനിൽ എന്തോ ഒരു എറർ ഉണ്ടാകും. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത എറർ എന്ന് വെച്ചാൽ നമ്മൾ ഇഫിന്റെ അകത്തുള്ള സാധനങ്ങൾ ഇഫിനകത്തുള്ള കണ്ടീഷൻസ് ഒരു ബ്രാക്കറ്റിനകത്താണ് ഇട്ട് കൊടുക്കേണ്ടുള്ളത്. അപ്പൊ അത് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നതെന്ന് വിശ്വസിക്കുന്നു. നോക്കാം, ഒന്നും കൂടെ ഒന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. ബിൽഡ് ചെയ്ത് നോക്കുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എറർ കാണും. ഇനി എറർ മാറുമെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, എറർ ഒന്നും കാണിക്കുന്നില്ല. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എൻ്റർ ദ സൈസ് ഓഫ് ദ അറേയുടെ സൈസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 കൊടുക്കുകയാണ്. ഇപ്പം 5 എലമെന്റ്സ് ഉള്ള ഒരു അറയാണ് നമുക്ക് വേണ്ടുള്ളത്. അപ്പൊ 5 കൊടുത്തു. അപ്പം 5 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇപ്പൊ നമുക്ക് നമ്പേഴ്സ് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്പർ നമ്മൾ എത്ര കൊടുക്കും? ഒരു 45. റാൻഡം ആയിട്ട് നമ്പർ എങ്ങനെ കൊടുക്കാം? ഒരു 65, ഒരു 12, ഒരു 88, ഒരു 36. ഇത്രയും കൊടുത്തു. ഇത്രയും കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് എത്ര നമ്പറായി? 1 2 3 4 5 നമ്പരായി. അപ്പൊ ഇത്രയും കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ വരണം? നമ്മളെ ലാർജസ്റ്റ് പ്രിന്റ് ചെയ്ത് വരേണ്ടുള്ളതാണ്. അപ്പൊ ഇവിടെയും വേറെ എന്തോ ഒരു എറർ ഉണ്ട്. നമുക്ക് ആ എററും കൂടെ നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ ടു കൊടുത്തു. അപ്പോൾ ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്ക് 5 എലമെന്റ്സിന് പകരം ഇവിടെ നമ്മൾ കൊടുക്കുന്ന നമ്പറിനെ കാട്ടി ആ നമ്പർ വരും. അപ്പം 5 കൊടുത്താൽ നമുക്ക് അവിടെ 6 എലമെന്റ്സ് സ്റ്റോർ ആവും. അപ്പോൾ അങ്ങനെ വന്ന ഒരു എററാണത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ബിൽഡ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 6 എലമെന്റ്സ് അടിച്ച് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ 6 എലമെന്റ്സ് വേണ്ടല്ലോ, നമ്മൾ കറക്റ്റ് കൊടുക്കുന്ന സൈസിനുള്ള എലമെന്റ്സ് മതിയല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സൈസ് കൊടുക്കുന്നു, ഒരു 5 തന്നെ വീണ്ടും സൈസ് കൊടുക്കുന്നു. എലമെന്റ്സ് ഞാൻ റാൻഡമായിട്ട് നമ്പേഴ്സ് കൊടുക്കുകയാണ്. 12, 50, 524, 65, 33, 78. 5 നമ്പേഴ്സ് കൊടുത്തു. 1, 2, 3, 4, 5. ഓക്കെ, പ്രോഗ്രാം കറക്റ്റ് ആയിട്ടുണ്ട്. ലാർജസ്റ്റ് നമ്മൾ കൊടുത്ത ലാർജസ്റ്റ് ആയിട്ടുള്ള 526 എന്ന് പറഞ്ഞുള്ള നമ്പർ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രോഗ്രാം ഞാൻ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.